പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസാരമാക്കി കാണുന്ന ഒരു വിഭാഗം കൂട്ടരാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ നടക്കുന്ന സമയത്ത് കുറേ ഉറുമ്പുകളെ അറിയാതെ ചവിട്ടിപ്പോയിട്ടുണ്ടാകും. അതുപോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എത്രയോ ഉറുമ്പുകൾ ആ ഭക്ഷണത്തിൽ വീണ് ചത്തുപോയിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നബിമാരിൽപ്പെട്ട ഒരു നബിക്ക് നബിയെ ഉറുമ്പ് കടിച്ചപ്പോ ആ നബി ഉറുമ്പുകൾ താമസിക്കുന്ന ആ പ്രദേശം ഒന്നാകെ കരിച്ചു കളയാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ആ നബി പറഞ്ഞ രൂപത്തിൽ അവിടുത്തെ അനുയായികൾ അത് നശിപ്പിക്കുകയും കരിച്ചു കളയുകയും ചെയ്തു. ആ സമയത്താണ് ഒരു വഹി ഇറങ്ങുന്നത്. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളെ ഒരു ഉറുമ്പല്ലേ കടിച്ചത്, പിന്നെ എന്തിനാണ് തസ്ബീഹ് ചൊല്ലുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ കരിച്ചു കളഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി പ്രകാരം അറിയിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ എത്രയോ ഉറുമ്പുകളെ അറിഞ്ഞും അറിയാതെയും അഗ്നിക്കിരയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരിച്ചു കളയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഓരോ ചലനങ്ങളിലും നമ്മൾ ഉറുമ്പുകളെ വീക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഹദീസ് ഒന്ന് ഓർക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉറുമ്പുകളെ കുറിച്ച് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഉറുമ്പുകളെ അത്രക്കും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ നിസാരമായി കാണുന്ന ഒരു വിഭാഗമാക്കാതെ നമ്മൾ പരിഗണിക്കുന്ന ഒരു വിഭാഗമാക്കിയിട്ട് ഉറുമ്പുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതകാലത്ത് എത്രയോ ഉറുമ്പുകളെ, ലക്ഷക്കണക്കിന് ഉറുമ്പുകളെ നമ്മളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. കാരണം നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഭക്ഷണ പദാർത്ഥങ്ങളിലുമെല്ലാം പെട്ടുപോയ കുറെ ഉറുമ്പുകൾ ചത്തുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ വശത്ത് വൃത്തിയില്ലാതെ കിടക്കുന്ന കുറെ ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അതിൽ കുറെ ഉറുമ്പുകൾ പെട്ടുപോകാറുണ്ട്. അങ്ങനെ അറിയാതെ പല ഉറുമ്പുകളും പെട്ടുപോകുന്നു. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഉറുമ്പുകളെ പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.